भाई इसका सर फोड़ दिया बंदे का, कैमरा मैन का। നാട്ടുകാരെല്ലാവരും കൂടി ഈ ഇടിച്ചു പിഴിയുന്ന ആളുകളെ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യം മാത്രമേ നമ്മൾക്ക് പറയാൻ സാധിക്കുള്ളൂ. ദില്ലിയിൽ CJP സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും രാജ്യവിരുദ്ധത പറഞ്ഞ ആളുകൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെറിവിളിച്ചവർ, അദ്ദേഹത്തിന്റെ അമ്മയെ അശ്ലീലം പറഞ്ഞ ആളുകൾ, അതോടൊപ്പം തന്നെ അമിത്ഷായെ അശ്ലീലം പറഞ്ഞ ആളുകൾ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്ന അഫ്സൽ ഗുരു എന്ന് പറയുന്ന കാശ്മീർ സ്വദേശി, ഈ വ്യക്തിയെ തൂക്കിലേറ്റിയത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ദില്ലിയിലെ തന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വലിയ രീതിയിലുള്ള അനുസ്മരണ സമ്മേളനം ഈ അഫ്സൽ ഗുരുവിന് വേണ്ടി നടത്തിയ ഉമർ ഖാലിദ് എന്ന് പറയുന്ന വ്യക്തിയെ റിലീസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്ലക്കാർഡുകൾ ഉയർത്തിയ ആളുകൾക്കാണ് ഈ സമ്മാനം നാട്ടുകാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സമരം നടത്തി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്തിന് തന്നെ കൃത്യമായിട്ട് പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. നമ്മുടെ സൈനികർ പൂർണ്ണമായിട്ടും ആ ഒരു സംവിധാനത്തിൽ ഉണ്ടായിരുന്നില്ല, പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. പോലീസിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, സാധാരണ കോൺസ്റ്റബിൾമാരെയൊക്കെ കിട്ടുന്ന സമയത്ത് അതിക്രൂരമായിട്ടായിരുന്നു ഈ പറയുന്ന CJP ആളുകൾ നിരന്തരമായിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇവർക്കുള്ള സമ്മാനമാണ് നാട്ടുകാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എവിടം വരെയും ഈ സമരം ചെയ്തു പോകും? ഈ രാജ്യത്ത് എത്ര ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ ഈ നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തെ അനുമോദിച്ച് മുന്നോട്ട് വരുന്ന ആളുകളാണ്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യം 2014 മുന്നേ എങ്ങനെയായിരുന്നു? 2014 ഈ പറയുന്ന CJP സമരം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രവർത്തിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾക്ക് പൂർണ്ണമായിട്ടും അറിയാം, ഇവരെല്ലാവരും ഒരു 10 വയസ്സിൽ താഴെ അല്ലെങ്കിൽ 5 വയസ്സിൽ താഴെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ വലിയ രീതിയിൽ ഭീഷണിയായിരുന്ന സമയം, ഒരു നഗരത്തിൽ പോലും സമാധാനപരമായിട്ട് പോകാൻ സാധിക്കില്ല. ഒരു സമരപ്പന്തലുണ്ടെങ്കിൽ ആ സമരപ്പന്തൽ പോലും സ്ഫോടനങ്ങൾ നടത്താൻ പറ്റുന്ന ശേഷിയിലുള്ള സ്വാധീനം ഉറപ്പിച്ച ഇന്ത്യൻ മുജാഹിദീൻ, ലഷ്കർ-ഇ-തോയ്ബ പോലുള്ള സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ, അതിന്റെ സജീവ പ്രവർത്തകർ, കമാൻഡോമാർ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ രാജ്യത്ത് പല നഗരങ്ങളിലും പ്രവർത്തിക്കുന്നു, ഗ്രാമാന്തരങ്ങളിലും പ്രവർത്തിക്കുന്നു. ഈ രീതിയിലായിരുന്നു ഇവരുടെ എല്ലാം പ്രവർത്തനം. ഇതിനൊരു അറുതി വന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തെ ഏത് നഗരത്തിലാണ് സ്ഫോടനങ്ങൾ നടന്നിട്ടുള്ളത്? ദില്ലിയിൽ നടന്നു, അത് ശരിയാണ്. അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. അതിന്റെ പുറകിൽ പ്രവർത്തിച്ചവർ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമാണ്, ഏത് സംഘടനയാണെന്നുള്ള അടക്കം വ്യക്തമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്രങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഭീകരാക്രമണങ്ങളെല്ലാം നടത്താൻ ഭയപ്പെടുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ശക്തമായിട്ടുള്ള നടപടികളാണ്. ആ നടപടികളെ ഭയപ്പെട്ടുകൊണ്ടാണ്. കാരണം സർക്കാരിന്റെ റിയാക്ഷൻ ഏത് തരത്തിലായിരിക്കുമെന്നുള്ളതിൽ ഭയം പൂണ്ടിട്ടാണ് ഇവന്മാരിപ്പോ പൂർണ്ണമായിട്ട് ഇതിൽ നിന്നൊക്കെ പിൻവാങ്ങുന്നത്. പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇതുപോലെ ദില്ലിയിലെയും അല്ലെങ്കിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നവരിടയിലേക്ക് ഇങ്ങനെയുള്ള ചില ആശയങ്ങൾ കൊണ്ടെത്തിക്കുന്നു. ഉമർ ഖാലിദിനെ പോലെയുള്ള ആളുകളെ റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആശയങ്ങൾ എത്തിക്കുന്നത്. ഈ ആശയങ്ങളെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ഇവർ നടത്തിയ സമരത്തെ ഇന്ത്യയിലെ ജനങ്ങൾ പൂർണ്ണമായിട്ട് പിന്തുണക്കുന്നുണ്ട്? ഇല്ല, ഒരു കാരണവശാലും പിന്തുണക്കാൻ സാധിക്കില്ല. കാരണം മാന്യത ഇല്ലാത്ത ഒരു സമരമായിരുന്നു. ലോകത്തിന്റെ മുന്നിൽ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മുടെ രാജ്യം മോചിതമായ സമയത്തും അതിനുശേഷവും അതിനു മുന്നെല്ലാം തന്നെ സമരങ്ങളുടെ നാട് അല്ലെങ്കിൽ മാന്യതയുടെ പ്രതിരൂപമായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ചിരുന്നത്. അവർ നടത്തിയ സമരങ്ങൾ, പോരാട്ട വീര്യം, ഇതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ജെൻസി കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജേന, ജെൻസി കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു
നമ്മൾക്കറിയാം ചില പ്രദേശങ്ങളിൽ മാത്രം ജീവിക്കുന്ന ചില ആളുകൾ, ഇവരാണ് ഈ ഒരു സംവിധാനത്തെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും നമ്മൾക്ക് അങ്ങനെ പറയാൻ ഒരു കാരണവശാലും സാധിക്കില്ല. 2024 നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പോലും നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാവരും 18 വയസ്സായിട്ടുള്ള കുട്ടികളെല്ലാം എല്ലാവരും തന്നെ BJP വോട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ രാജ്യത്ത് ഇതുപോലെയുള്ള കുട്ടികളുടെ ഇടയിലേക്ക് വർഗീയ വിദ്വേഷം അല്ലെങ്കിൽ രാജ്യവിരുദ്ധ, ഇതാണ് ശരി, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ഏത് തീവ്രവാദിയെ റിലീസ് ചെയ്യണമെന്ന് കാണിച്ചാലും അതും ശരിയാണെന്ന് നരേന്ദ്രമോദിക്കെതിരെ സമരം ചെയ്യുന്ന കുട്ടികളുടെ ഇടയിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്ന ഒരു നറേറ്റീവാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്. അതിന്റെ പ്രതികാര നടപടിയാണ് യഥാർത്ഥത്തിൽ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഉണ്ടാകുന്നത്. ഓരോ CJPയുടെയും ഓരോ പാറ്റകളും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ വളരെ വളരെ മോശമായിരിക്കും. അത് വരാനിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ കാണും. നിങ്ങൾക്ക് മാന്യമായിട്ട് സമരം ചെയ്ത് മാന്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവും. നിങ്ങൾക്ക് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇതുപോലെയുള്ള സമ്മാനങ്ങൾ ലഭിക്കുന്ന സമയത്ത് ഒരു പാർട്ടിയുടെ നേതാവും ഇത് ഷെയർ ചെയ്യാനായിട്ട് വരില്ല. കാരണം അവർക്കറിയാം എന്താണ് മുന്നോട്ടുള്ള സമയങ്ങളിൽ സംഭവിക്കുന്നതെന്ന്. ഒരു രീതിയിലും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തെ തളർത്തി മുന്നോട്ട് പോകാൻ, സംഘപരിവാറിനെ തളർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. ചില മാധ്യമ പ്രവർത്തകരൊക്കെ മീഡിയയുടെ മുന്നിൽ വന്നുകൊണ്ടും യൂട്യൂബ് വഴിയൊക്കെ പല പ്രചരണങ്ങളും നടത്തും. ഈ കുഴിയിൽ നിങ്ങൾ പോയി വീഴരുത്. യാഥാർത്ഥ്യം മനസ്സിലാക്കുക. യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതുപോലെയുള്ള നടപടികൾ ജനങ്ങൾ തുടർന്നുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ജനങ്ങൾ തെരുവിലിറങ്ങി നിങ്ങളെ പോലെയുള്ള ആളുകളെ കൈകാര്യം ചെയ്യാനുള്ള രീതിയിലേക്ക് അവരുടെ മാനസികാവസ്ഥ മാറിക്കഴിഞ്ഞാൽ, രാജ്യവിരുദ്ധമായിട്ട് തീവ്രവാദിയെ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നാട്ടുകാർ നിങ്ങൾ എന്ത് ചെയ്യും? കാരണം ഈ ഇവിടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ 2014 മുന്നേ ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോഴും ഇവിടെ എവിടെയും പോയിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ സ്ഥിതി എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ സ്ഥിതിയെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി അവരാണ് പുതിയൊരു സർക്കാരിനെ ഇവിടെ സൃഷ്ടിച്ചെടുത്തത്. 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് അടിസ്ഥാനപരമായിട്ട് ഏറ്റവും വലുത്. ഇതിന്റെ മുന്നിൽ, ഒരു സമരത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഇതുപോലെ പ്ലക്കാർഡുകൾ ഉയർത്തി കഴിഞ്ഞാൽ നാട്ടുകാരിടിച്ച് കൂറക്കിടും, അതിലൊരു സംശയമില്ല. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. മോദിയെ തെറിവിളിക്കുന്നവരും മോദിയെ മോശപ്പെടുത്തി പറയുന്നവരും എല്ലാവരും ഇപ്പോൾ പൂർണ്ണമായിട്ടും അടങ്ങിയ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന നേതാക്കന്മാരെല്ലാവരും അവര് രാജിവെക്കണം, ഇവര് രാജിവെക്കണം എന്ന് നിരന്തരമായിട്ട് പറയുക എന്നുള്ളതല്ലാതെ ഇവിടെ ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കില്ല എന്ന് യാഥാർത്ഥ്യമാണ്. നമ്മുടെ സമൂഹം ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. രാജ്യത്ത് രാജ്യസ്നേഹത്തെക്കാൾ അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ സ്നേഹമോ ഒരു മതസ്നേഹമോ ഇല്ല എന്ന് നരേന്ദ്രമോദി തെളിയിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏതെല്ലാം വിധേന ഏതെല്ലാം രീതിയിൽ ഇതുപോലെയുള്ള സമരങ്ങൾ നടത്തിയാലും ആ സമരങ്ങൾ പൂർണ്ണമായിട്ടും വെറും കാറ്റഴിച്ചു വിട്ട ബലൂണുകളെ പോലെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത്രത്തോളം വലിയ രീതിയിലേക്ക് ശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കാനും തന്ത്രപൂർവ്വം നിങ്ങൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ച കലാപന്തരീക്ഷത്തെ തകർത്ത് തരിപ്പണമാക്കാനും നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് ഏറ്റവും വലിയ വിജയം എന്നതിൽ തർക്കമില്ല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഇത് രാജ്യത്തുടനീളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.